ഹലോ എവരി വൺ, വെൽക്കം ടു ഐലൻ IAC ഡെയിലി ന്യൂസ് അനാലിസിസ് തന്നെ. നമ്മൾ ഇന്ന് 13th ജൂണിൽ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് നോക്കുന്നത്. ഓക്കെ, ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ 5 ആർട്ടിക്കിൾസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് വരുന്നത് വെച്ചാൽ ഒരു എഡിറ്റോറിയൽ വരുന്നത്, അത് ആക്ച്വലി നമ്മുടെ ലോങ് ഓവർഡ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കോൾ സെക്ടറിനകത്തുള്ളൊരു മാറ്റങ്ങളോട് സംസാരിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്ന ആക്ച്വലി നമ്മുടെ ഹൗ ട്രസ്റ്റ് അണ്ടർപിൻസ് ഇന്ത്യസ് ടൈസ് വിത്ത് ഫ്രാൻസ്. ഓക്കെ, ഇന്ത്യ ഫ്രാൻസ് തമ്മിലുള്ള റിലേഷൻസ്, അതിന് റീസെൻ്റ് നടക്കുന്ന പല കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്ന ശേഷം അമിഡ് യൂത്ത് പ്രൊട്ടസ്റ്റേഴ്സ് എ സ്നാപ്ഷോട്ട് ഓഫ് ഇന്ത്യാസ് എംപ്ലോയ്മെന്റ് റേറ്റ് ഓവർ ദിസ് ഡെക്കേഡ്. ഓക്കെ, ഇന്ത്യയുടെ എംപ്ലോയ്മെന്റ് റേറ്റ്, അൺഎംപ്ലോയ്മെന്റ് റേറ്റ് അല്ല, എംപ്ലോയ്മെന്റ് റേറ്റ്, അതിനകത്തുള്ള ഒരു കാര്യങ്ങൾ ഡിക്ലൈൻ ഒക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്ന ലാസ്റ്റ് ആസ് ഫുഡ് പ്രൈസ് റൈസ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ ടച്ചസ് 16-month ഹൈ ഓഫ് 3.9%. ഓക്കെ, ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ള CPI ഇൻഡെക്സ് പ്രകാരം നമ്മുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്നുള്ളത് 3.9%, 3.93% വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ സാഹചര്യത്തിൽ എന്തൊക്കെയാണ് ആ ഒരു ഇൻഫ്ലേഷൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഇൻഡിജിനസ് എയർ ഡിഫൻസ് ഷീൽഡ് കുഷ വിൽ ബി എ ഗെയിം ചേഞ്ചർ. ഓക്കെ, ഇത് ബേസിക്കലി നമ്മുടെ രാജ്നാഥ് സിംഗ് ഡിഫൻസ് മിനിസ്റ്റർ പ്രൊജക്ട് കുഷ അതിനെക്കുറിച്ച് പറഞ്ഞൊരു കാര്യം ഇവിടെ സംസാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതെന്താണ് ആ ഒരു പ്രൊജക്റ്റ് രീതിയിൽ നമുക്ക് സംസാരിക്കണം ബ്രീഫായിട്ട്. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഒരു ഓവർ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു, നമ്മൾ ഡീറ്റെയിൽ നോക്കാം. ഫസ്റ്റ് എന്താ വരുന്നത്, ലോങ് ഓവർഡ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ച്വലി നമ്മുടെ GS3 ഇൻഫ്രാസ്ട്രക്ചർ എനർജി ഇത് കണക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു ആർട്ടിക്കിൾ എന്നുള്ളത്. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്താ പറയുന്നത്, കോൾ എക്സ്ചേഞ്ചസ് ക്യാൻ ബാലൻസ് ഔട്ട് എനർജി സ്കാർസിറ്റീസ് അക്രോസ് ഇന്ത്യ. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ്ലി കോൾ എക്സ്ചേഞ്ച് റൂൾസ് 2026 സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഫോർ കോൾ. ഓക്കെ, അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മുമ്പ് ആണെങ്കിൽ ഈ ഓപ്ഷൻ വഴിയും അതല്ലാണ്ട് ഹയസ്റ്റ് പ്രീമിയം പ്രൈസ് ബിഡ് ചെയ്യുന്നത് അങ്ങനെയൊക്കെയും മാത്രമല്ല ബൈലാറ്ററിലൊക്കെ ആയിട്ടാണ് ഈ ഒരു ഒപ്പേക്കയുടെ പ്രോസസ് ആയിരുന്നു സംഭവം. നമ്മുടെ ഈ കോളിനകത്തുള്ള ആ ഒരു കോൾ ട്രാൻസ്ഫോം കൊടുക്കുന്നതൊക്കെ. ഓക്കെ, ആ പ്രശ്നം വരുമ്പോൾ പ്രശ്നം വെച്ചാൽ ആക്ച്വലി എല്ലാ ആൾക്കാർക്കും ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ഡോമിനന്റ് പ്ലേയേഴ്സിന് മാത്രമേ പറ്റുന്നുണ്ടാവുള്ളൂ. ഇതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്യാൻ ഒരു തോട്ടിലാണ് ആക്ച്വലി നമ്മുടെ ഒരു കോൾ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വരുമ്പോഴേക്കും വെച്ചാൽ അതിൻ്റെ റൂൾസാണ് കോൾ എക്സ്ചേഞ്ച് റൂൾസ് എന്ന് വരുന്നത്. ഓക്കെ, ഇതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ ബ്രോഡ് മാർക്കറ്റ് ബേസ്ഡ് മെക്കാനിസം ത്രൂ റെഗുലേറ്റഡ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ്. ഓക്കെ, ഫോർ ദ ലിൻസ്പിൻസ് ഇന്ത്യസ് എനർജി സിസ്റ്റം കോൾ. ഇന്ത്യൻ എനർജി മോസ്റ്റ്ലി പോകുന്ന കോൾ വഴിയാണ് പോകുന്നത്. ആ കോളിനെ റെഗുലേറ്റ് ചെയ്തുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് ഈ ഒരു കോൾ എക്സ്ചേഞ്ച് എന്നുള്ളത്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്, ഇറ്റ് എൻഹാൻസിങ് പ്രൈസ് ഡിസ്കവറി ട്രാൻസ്പെറൻസി അക്രോസ് ഫോർ സ്മോൾ കൺസ്യൂമേഴ്സ്. ഓക്കെ, മുമ്പാണെങ്കിൽ അങ്ങനെ ആയിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ബൈലാറ്ററൽ അഗ്രിമെന്റ്സ് ദാറ്റ് ആർ ഓഫൻ ഒപ്പേക്ക്. ഓക്കെ, ആ രീതിയിലുള്ളതൊക്കെ കുറച്ചുകൊണ്ട് ബെറ്റർ ആയിട്ട് ഇത് കോളിൻ്റെ ട്രാൻസാക്ഷൻ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടാവും. ഓക്കെ, ഇപ്പോൾ എന്താ വെച്ചാൽ ഒരു സാമ്പിൾ നോക്കുന്നതാണെങ്കിൽ ഇപ്പോൾ ഒരു ഗുജറാത്ത് ഒരു സിമെന്റ് പ്ലാന്റിന് ഈ ഒരു കോൾ ആവശ്യമുണ്ടെന്ന് അറിയാം. മുമ്പാണെങ്കിൽ അവർ ഏറ്റവും ഡോമിനന്റ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള കോൾ ഇന്ത്യ. ഓക്കെ, കോൾ ഇന്ത്യ ലിമിറ്റഡ് ആണെങ്കിൽ അവർ വഴി ചോദിച്ചിട്ട് ആയിരിക്കും തരുന്നുണ്ടാവും. അപ്പോൾ ഒരു ഡിലേ വരുന്ന ചാൻസ് ഉണ്ടാവും. അത് മാത്രമല്ല ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പലപ്പോഴും പല ബോട്ടിൽ നെഗിളിനെ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോഴെന്ന് വെച്ചാൽ ഇപ്പോൾ അവർ ഒരു പെർട്ടിക്കുലർ ഇത് മാത്രം വേണ്ട, അവർക്ക് ആക്ച്വലി വെച്ചാൽ ഗുജറാത്ത് സിമെന്റിന് ഇപ്പം ഒരു കമ്പനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ അവർ റിക്വസ്റ്റ് നോക്കുമ്പോൾ ആക്ച്വലി അപ്പോഴത്തെ ഡിമാൻഡ്, അവൈലബിലിറ്റി, പല സ്ഥലങ്ങളിലെ ആ ഒരു ഷോർട്ടേജ്, സർപ്ലസ് ഒക്കെ കാണാൻ പറ്റും ഈ ഒരു പ്ലാറ്റ്ഫോം വഴി. അപ്പോഴെന്താ അവർക്ക് അത് നോക്കിയിട്ട് സ്പോട്ടായിട്ട് ആ പ്രൈസ് മനസ്സിലാക്കിയിട്ട് ബൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ആ രീതിയിലേക്ക് കുറച്ചും കൂടെ ആക്സസിബിലിറ്റി സംഭവം കൂട്ടിക്കൊണ്ടുപോയിട്ടാണ് ആക്ച്വലി ഇത് നടക്കുന്നത്. ഓക്കെ, ഇത് ആക്ച്വലി ഇവിടെ തന്നെ പറയുന്നുണ്ട് സിമിലർ ടു പവർ സെക്ടർ. ചില ഇലക്ട്രിസിറ്റി ഈ രീതിയിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, പവർ എക്സ്ചേഞ്ച് ആ രീതിയിലാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു കോളും കൂടെ വരുന്നുണ്ടാവും. ഓക്കെ, ഇവിടെ പറയുന്നത് കോൾ എക്സ്ചേഞ്ചേഴ്സ് ഹൗഎവർ അപ്പിയർ ക്ലോസർ ഇൻ ഡിസൈൻ ഓഫ് പവർ എക്സ്ചേഞ്ചസ്. ഓക്കെ, പിന്നെന്താ വിച്ച് ഡെസ്പൈറ്റ് മോഡസ്റ്റ് വോള്യൂംസ് പ്ലേ റോൾ ഇൻ പ്രൈസ് ഡിസ്കവറി മാർക്കറ്റ് സിഗ്നലിംഗ് ഡെവലപ്മെന്റ് ഓഫ് സെക്കൻഡറി മാർക്കറ്റ്സ്. ഓക്കെ, ആ രീതിയിലൊക്കെ ഇത് ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ കാര്യം വെച്ചാൽ ഇവിടെ തന്നെ പറയുന്നുണ്ട് ഈ നമ്മുടെ ഈ പവർ വരുമ്പോഴെന്താ പ്രശ്നം, ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എല്ലാം പവർ എല്ലാം സിമിലർ തന്നെയല്ലേ, വ്യത്യാസമൊന്നുമില്ലല്ലോ. പക്ഷേ ഈ നമ്മുടെ കോൾ എന്ന് വെച്ചാൽ ഒരു ഫിസിക്കലായിട്ടൊരു ഇതാണ്, ഫിസിക്കൽ ഡെലിവറിയാണ്. മാത്രമല്ല കോളിൻ്റെ പല കോളുകളും തമ്മിലുള്ള ഡിഫറൻസ് ഓഫ് ക്വാളിറ്റിയിലും പല സൈസിലൊക്കെ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാനുള്ളൊക്കെ ഒരു ചലഞ്ചായിട്ട് മാറുന്നുണ്ട് കമ്പാരിറ്റീവ് ടു നമ്മൾ പവർ എക്സ്ചേഞ്ച് നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് ആക്ച്വലി ഈ ഒരു പവർ എക്സ്ചേഞ്ച് ഇതായി മാത്രമല്ല നമ്മളിവിടെ വരുമ്പോഴാണെങ്കിൽ ഒരു കോൾ കൺട്രോൾ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ വെച്ചാൽ ഈ ഒരു കോൾ കൺട്രോൾ ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും മറ്റും എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു കോൾ എക്സ്ചേഞ്ച് എന്നുള്ളത് ബെറ്റർ ആയിട്ട് ഇത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അങ്ങനെ ഇവിടെ എടുത്തുള്ള പറഞ്ഞ കാര്യം.
പിന്നെ അത് മാത്രമല്ല വേറെ കാര്യം പറഞ്ഞു വെച്ചാൽ ആക്ച്വലി നമ്മുടെ ഇവിടെ കോൾ ഇന്ത്യ ഉണ്ടല്ലോ, ഈ കോൾ ഇന്ത്യ തന്നെ ആക്ച്വലി ഒരു അറൗണ്ട് 80% അങ്ങനെ ഒരു ഫുൾ ഡൊമിനന്റ് പ്ലെയർ ആയിട്ടൊരു സെക്ടറാണ് ഈ ഒരു നമ്മുടെ ഇതിനകത്ത് വരുമ്പോൾ, ഈ ഒരു കോൾ സെക്ടർ വരുമ്പോൾ. അപ്പോൾ അത്രയും ഇത് വരുന്ന കോൾ ഇന്ത്യ ആക്ച്വലി ഈ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടില്ല എങ്കിൽ ആക്ച്വലി മറ്റുള്ളവർക്ക് ഒരു തിൻ മാർക്കറ്റിൽ നിന്നായിരിക്കും ഈ സാധനം വാങ്ങേണ്ടി വരിക. ഓക്കെ, അപ്പോൾ കോൾ ഇന്ത്യയും കൂടി കൊണ്ടുവന്നാൽ മാത്രമാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് സാധനങ്ങൾ ഇപ്പോൾ എന്താ പറയുക പർച്ചേസ് ചെയ്യാനും കൊടുക്കാനും ആ രീതിയിൽ ഒരു ട്രസ്റ്റ് കൂടാനൊക്കെ സഹായകമാകുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ കോൾ ഇന്ത്യനെ കൂടി ഇത് എന്താ പറയുക എൻഷുർമെന്റ് ഇന്ന് കൊണ്ടുവരുന്ന ഉറപ്പ് വരുത്താനുള്ളത് ഇന്നൊരു ചാലഞ്ചായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്ന ഇഷ്ടം എന്താ ഇതിനകത്തിൽ ആ ട്രാൻസ്പോർട്ട് കാര്യം വരുന്നത്. ഈ ട്രാൻസ്പോർട്ട് വെച്ചാൽ ആക്ച്വലി നമ്മളിപ്പോൾ എന്തായാലും റോഡോടും ചെയ്യാൻ പറ്റില്ല, ഒരു കോസ്റ്റ്ലി മെത്തേഡാണ്. അപ്പോൾ നമുക്കൊരു റെയിൽവേ വഴി ചെയ്യേണ്ടി വരും. പക്ഷേ അത് പക്ഷേ ബെറ്റർ ആയിട്ട് എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ള കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ആ രീതി നോക്കുമ്പോൾ എന്താ നമ്മൾ പറയാം എന്താ ബിസൈഡ്സ് സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് വോളറ്റിലിറ്റി, dispute resolution mechanisms and improved transportation logistics, okay, will be important too since the call exchanges will be physically delivery platforms. Okay, ആ രീതി സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്കിത് മുമ്പോട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ. ഓക്കെ, എന്നിട്ട് പറഞ്ഞു വെക്കുന്നത് ജസ്റ്റ് നമുക്കൊരു പോയിന്റ്സ് നോക്കാം. എന്താ പറയുന്നത്, മാർക്കറ്റ് റിഫോമിന് കാര്യം പറയുന്നത് introduces regulated call exchanges for transparent market based trading. Okay, ഇപ്പോൾ കറണ്ട് സിസ്റ്റം നമ്മൾ പറഞ്ഞത് എന്താ ഡൊമിനേറ്റഡ് ബൈ ലോങ് ടൈം കോൺട്രാക്ട്സ് ആണ്, ഓപ്ഷൻസ് വഴി കൊടുക്കുന്നത്. അപ്പോൾ വരുമ്പോൾ എന്താ ഒപ്പേക്കാണ് പ്രീമിയം പ്രൈസിങ് വേണ്ടി വരുന്നുണ്ടാവും. ഓക്കെ, പക്ഷെ ഇത് വരുമ്പോൾ എന്താ ഒരു റെഗുലേറ്റഡ് ട്രേഡിംഗ് ഒരു പ്ലാറ്റ്ഫോം വരുമ്പോൾ എല്ലാവർക്കും ലഭിക്കുന്നുണ്ടാവും, ട്രാൻസ്പെറൻറ്റ് കൂട്ടി പ്രൈസ് ഡിസ്കവറി മനസ്സിലാക്കുന്ന ഒരു രീതിയിലൊക്കെ ഇത് ഹെൽപ്ഫുള്ളായി മാറുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താ വരുന്നത് എക്സ്ചേഞ്ച് മോഡൽ ഇൻസ്പയർഡ് ബൈ പവർ എക്സ്ചേഞ്ച് നമ്മൾ പറഞ്ഞു. എന്താ അപ്പോൾ സ്പോട്ട് പ്രൈസ് ആണ് റിഫ്ലക്ട് സ്കാർസിറ്റി ആൻഡ് സർപ്ലസ്. ഓക്കെ, ഇപ്പം എന്താണോ ആ സ്കാർസിറ്റി നിലക്കുന്ന സർപ്ലസ് നിലക്കുന്ന ഏത് ഭാഗത്ത് ഷോർട്ടേജ് ഉള്ളത് അതിനൊക്കെ ഇത് റിഫ്ലക്ട് ചെയ്തിട്ട് ആ പ്രൈസ് ആ സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ടാവാം. പിന്നെ എന്താ വരുന്നത് എക്സിക്യൂഷൻ ചാലഞ്ച് നമ്മൾ പറഞ്ഞു എന്താ കോളിൻ്റെ ക്വാളിറ്റി വേരിയേഷൻ വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോഴെന്താ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റാൻഡേർഡ്സ് എൻഷുർ ചെയ്താൽ മാത്രമേ നമുക്കിത് ബെറ്റർ ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെന്താ പറയുന്നത് റീറ്റെയിൽ ഇൻക്ലൂഷൻ. ഓക്കെ, മസ്റ്റ് ഗോ ബിയോണ്ട് ലാർജ് ഡിസ്കൗണ്ട്സ്, ആ രീതിയിലൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ലാർജർ ഏരിയയിലേക്ക് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടാവണം. ഓക്കെ, പിന്നെന്താ പറയുന്നത് ലോജിസ്റ്റിക്സും ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. ഒക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു കോൾ കൺട്രോൾ ഓർഗനൈസേഷനൊക്കെ പോലെ ആ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മെക്കാനിസം സെറ്റ് ചെയ്ത് മാത്രമേ നമുക്കിത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാനും ചെയ്യാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ. ഓക്കെ, പിന്നെന്താ കോൾ ഇന്ത്യയുടെ റോള് പറയുന്നത് എൻഷുറിങ് ലിക്വിഡിറ്റി ആൻഡ് ട്രസ്റ്റ് ഇൻ ദ ന്യൂ പ്ലാറ്റ്ഫോം. ഓക്കെ, ഇപ്പം അത്രയും ഡോമിനൻ്റ് ആയിട്ടുള്ള കോൾ ഇന്ത്യ പോലും വിട്ടു നിൽക്കുന്നതാണെങ്കിൽ നമുക്കിത് ബെറ്റർ ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടാവില്ല. പക്ഷേങ്കിൽ അവരുടെ ഒരു പ്രസൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയി മാറുന്നുണ്ട് ഇതിനകത്ത്. ഓക്കെ, പിന്നെന്താ ഒരു കോൾ എക്സ്ചേഞ്ചസ് ക്യാൻ ഡെമോക്രാറ്റൈസ് ആക്സസ് ആൻഡ് ഇംപ്രൂവ് ട്രാൻസ്പെറൻസി. ഓക്കെ, ബട്ട് സക്സസ് ഹിഞ്ചസ് ഓൺ ക്വാളിറ്റി അഷുറൻസ് ലോജിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്കിത് ബെറ്റർ ആയിട്ട് ഇതിൻ്റെ ഒരു സക്സസ് എൻഷുർ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അതിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, പിന്നെന്താ പറയുന്നത് ഇത് ആക്ച്വലി GS2 ബൈലാറ്ററൽ റിലേഷൻസ് ഗ്ലോബൽ ഗ്രൂപ്പിംഗ് GSM കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെന്താ പറയുന്നത് വെച്ചാൽ ഹൗ ട്രസ്റ്റ് അണ്ടർപിൻസ് ഇന്ത്യസ് ടൈസ് വിത്ത് ഫ്രാൻസ്. ഓക്കെ, ഇന്ത്യ ഫ്രാൻസ് ഇപ്പോഴൊക്കെ ഉണ്ടോ ഇമാനുവൽ മാക്രോൺ ഉണ്ട്, നമ്മുടെ ഫ്രഞ്ച് പ്രസിഡന്റ് ആണ്. പിന്നെ നമ്മുടെ നരേന്ദ്രമോദി നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ്. ഓക്കെ, ഇപ്പോൾ എന്താ പറയുക ആക്ച്വലി എന്താ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഫ്രാൻസിലേക്ക് തിരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ എന്താണെന്ന് വെച്ചാൽ കുറച്ചൊരു ബൈലാറ്ററൽ വിസിറ്റും അതുപോലെ G7 സമ്മിറ്റ് നടക്കുന്നുണ്ട് ആക്ച്വലി ഈ ഒരു വീക്കിനകത്ത്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത് നൈസ് നമ്മുടെ സ്ഥലത്ത് ആക്ച്വലി June 13 to 14. ഓക്കെ, June 13-14 ആക്ച്വലി പ്രൈം മിനിസ്റ്റർ അവിടെ മീറ്റിംഗ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല 16-17 എന്താ ആ ഒരു സമ്മിറ്റ് നടക്കുന്നുണ്ട്. ഏതാ എവിയൻ സ്ഥലത്ത് G7 സമ്മിറ്റ് ഉണ്ട്. പാരീസിലും ആക്ച്വലി പോകുന്നുണ്ട് 17 to 18. ഓക്കെ, ആ രീതിയിലാണ് നടക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആണെങ്കിലും നോക്കുമ്പോൾ February 19 to 17 to 19 ആക്ച്വലി നമ്മുടെ ലൈക്ക് ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ആണെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെ കാണിക്കുന്ന ശേഷം നമ്മുടെ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സ്പെഷ്യൽ ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്. ഓക്കെ, അതാണ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അത്രമാത്രം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. അത് മാത്രമല്ല ഇവിടെ പറയുന്നത് വെച്ചാൽ എന്താ ഈ സ്പെഷ്യൽ ആ ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ ആക്ച്വലി ആ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഒരു കുറച്ച് രാജ്യങ്ങൾ തമ്മിൽ മാത്രമായിരിക്കും അത്രയും ഭയങ്കര കോംപ്രിഹെൻസീവ് ആയിട്ട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ രീതിയിലേക്ക് അക്രോസ് ദ സെക്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, ആ രീതിയിൽ ഇന്ത്യ നോക്കുമ്പോഴെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നുണ്ട് എന്താ ഒരു 1998. ഓക്കെ, ഇപ്പോൾ ഇവിടെ തന്നെ പറയുന്നത് 1998 സമയത്താണ് ആക്ച്വലി എന്താ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ലോഞ്ച്ഡ് വിത്ത് ഇന്ത്യ ഫ്രാൻസ്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് വാസ് ഇന്ത്യസ് ഫസ്റ്റ് വിത്ത് എനി വെസ്റ്റേൺ നേഷൻ. ഓക്കെ, അത് മാത്രമല്ല ആൻഡ് ഫ്രാൻസ് ഫസ്റ്റ് വിത്ത് എ നോൺ വെസ്റ്റേൺ നേഷൻ. അതാണ് ഇന്ത്യ ഫ്രാൻസ് തമ്മിലുള്ള ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞ ശേഷം എന്താ ലൈക്ക് നമ്മൾ പറഞ്ഞു ഈ നൈസിൽ വരുന്ന കാര്യത്തിന് ശേഷം വെച്ചാൽ
പുള്ളി ചെയ്യുന്ന ഇനോഗ്രേറ്റ് ഭാരത് ഇന്നോവേഷൻ സംഭവം ഇനോഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ചാൽ എന്താ, ഈ ടോപ്പ് ഇന്നോവേഷൻ സ്റ്റാർട്ടപ്സിനൊക്കെ അവിടെ കൊണ്ടുവരുന്ന കാര്യമാണ്. ഓക്കെ, ആ രീതിയിലേക്കൊരു ഇത് സെറ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ജൂൺ 18 പാരീസിൽ നിന്ന് ആക്ച്വലി വെച്ചാൽ മോദി വിൽ അറ്റൻഡ് വിവ ടെക് സമ്മിറ്റ്. ഒക്കെ ഇതെന്ന് വെച്ചാൽ ആക്ച്വലി യൂറോപ്പിൻ്റെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് ടെക്നോളജി സ്റ്റാർട്ടപ്പ് ഇവൻ്റ് ആണ്. അവിടെ തന്നെ ഒരു പവലിയൻ നമ്മുടെ ലൈക്ക് ഇന്ത്യൻ സ്റ്റാർട്ടപ്സ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ റീസെൻ്റ്ലി ഈ ഒരു മീറ്റിങ്ങിൻ്റെ ഒരു എന്താ പറയുക വിസിറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ് നമ്മൾ കണ്ടു എന്താ, ഇന്ത്യൻ സെയിലേഴ്സ് ഉള്ള ഷിപ്പ് US ആർമി അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു കൺസേൺ വരുമ്പോൾ ആക്ച്വലി അതെന്താ, ഇന്ത്യ ശരിക്കും കണ്ടം ചെയ്യേണ്ട കാര്യമാണ്. അത് മാത്രമല്ല ഇന്ത്യക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ ആ ഒരു ടോക്കും ആ കോൺവെർസേഷൻ കൊണ്ടുവരാനൊക്കെ സാധിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നൽകുന്നുണ്ട്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് വെച്ചാൽ എന്താ, ദ റീസെന്റ് US അറ്റാക്സ് ഓൺ ഷിപ്സ് സെയിലിംഗ് ത്രൂ ദ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഹാവ് കിൽഡ് ഇന്ത്യൻ സെയിലേഴ്സ്. ഓക്കെ, ശരിക്കും ഇന്ത്യനെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഇന്ത്യ ഹാസ് എൻ ഓപ്പർച്യൂണിറ്റി ടു കൺവേ ഇറ്റ്സ് കൺസേൺസ് ഓൺ എ മാറ്റർ ദാറ്റ് ഹാസ് ഹിറ്റ് ദ സെക്യൂരിറ്റി ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ്സ്. ഓക്കെ, ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ എന്താ ഈ ഒരു മീറ്റിംഗ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ ഫ്രാൻസ് തമ്മിലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ടൈസ് ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് എന്താ വെച്ചാൽ 1976 ആക്ച്വലി ഇന്ദിരാഗാന്ധിൻ്റെ ആ പീരീഡ് സമയത്ത്, ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ സമയത്ത് ആക്ച്വലി ഒരു എമർജൻസി, നാഷണൽ എമർജൻസി കൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ സാഹചര്യ സമയത്ത് തന്നെ ആക്ച്വലി നമ്മുടെ ഫ്രാൻസിൻ്റെ പ്രൈം മിനിസ്റ്റർ വെച്ചാൽ ഈ ഒരു ആളുണ്ട് ലൈക്ക് ജാക്കസ് ചിറാഗ്. ഓക്കെ, പുള്ളി ഇവിടെ എന്താ ചീഫ് ഗസ്റ്റ് ആയിട്ട് റിപ്പബ്ലിക് ഡേ പരേഡിന് സെലിബ്രേഷൻസിന് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ രീതിയിലൊക്കെ അന്ന് തന്നെ അത്രയും ഒരു ബന്ധം നിലനിൽക്കുന്നുണ്ട് രണ്ട് രാജ്യങ്ങളും തമ്മിൽ. ഓക്കെ, പിന്നെയാണ് 22 years ലേറ്റർ എത്ര 1998 ലൈക്ക് ഇവിടെ നമ്മളെന്താ പറഞ്ഞത് ആ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് വരുന്നത്. അത് മാത്രമല്ല പൊക്രാൻ 2. ഓക്കെ, പൊക്രാൻ 2 ന്യൂക്ലിയർ ടെസ്റ്റ് വന്നപ്പോഴും മെയ്യിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആക്ച്വലി വെസ്റ്റേൺ പവേഴ്സ് ക്രിറ്റിസൈസ്ഡ് ഇന്ത്യ. ഓക്കെ, പക്ഷേ നമ്മുടെ എന്താ ഫ്രാൻസ് അതിന് നിൽക്കാണ്ട് ആക്ച്വലി എന്താ ആ ഒരു സാങ്ഷൻസിനോടും ഒക്കെ എന്താ പറയുക വിട്ടു നിൽക്കുക ചെയ്യുന്നുണ്ട് ആര് നമ്മുടെ ഫ്രാൻസ് എന്നുള്ളത്. ഓക്കെ, ആ രീതിയിലൊക്കെ എന്താ ഒരുപാട് സപ്പോർട്ട് ഇന്ത്യ ഫ്രാൻസ് തമ്മിലുള്ള ഒരു ഹിസ്റ്റോറിക്കലി റിലേഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇത് മാത്രമല്ല വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം വെച്ചാൽ ഇവിടെ പറയുന്നുണ്ട് എന്താ ലൈക്ക് 2024 റിപ്പബ്ലിക് ഡേ പരേഡിന് വേണ്ടിയിട്ട് ആക്ച്വലി നമ്മൾ ആദ്യം ട്രൈ ഔട്ട് ചെയ്ത് ജോ ബൈഡൻ അന്നത്തെ US പ്രസിഡന്റ് ആയിട്ടുള്ള പുള്ളി വരാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, അത് നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തു. പക്ഷേ ആ ഒരു December 2023 ആ സമയത്ത് ആക്ച്വലി എന്താ അവിടെ പറഞ്ഞ ആക്ച്വലി ബൈഡൻ എന്താ റിക്വസ്റ്റ് ഡിക്ലൈൻ ചെയ്തു, പുള്ളി വരുന്നില്ല പറഞ്ഞു. പക്ഷേ ആ ലാസ്റ്റ് ടൈം കൂടെ നമ്മൾ ഇവിടെ നിന്ന് ഫ്രാൻസ് പ്രസിഡന്റിനെ നമ്മൾ എന്താ അപ്രോച്ച് ചെയ്തു. പക്ഷേ പുള്ളി ഒരു ഹെസിറ്റേഷൻ കൂടാതെ തന്നെ എന്താ ആ ഒരു ഇത്തരം ട്രസ്റ്റിന്റെ പുറത്ത് തന്നെ നമ്മൾ അതിനകത്തേക്ക് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ രീതി വരുമ്പോഴെന്ന് ആക്ച്വലി പുള്ളിക്കറിയാം എന്താ ഡെസ്പൈറ്റ് നോയിങ് ഫുള്ളി വെൽ ദാറ്റ് ഹി വാസ് ഡൽഹീസ് സെക്കൻഡ് ചോയ്സ്. ഓക്കെ, എന്നിട്ട് കൂടെ പുള്ളി എന്താ ആ ഒരു ബെറ്റർ ആയിട്ട് തന്നെ ആ ഒരു ഫുള്ളി സപ്പോർട്ടോടെ ആ ഒരു പരേഡ് സെലിബ്രേഷൻ അറ്റൻഡ് ചെയ്യുകയും ആ രീതിയിൽ ഒരു മുമ്പോട്ട് ഊഷ്മള ബന്ധങ്ങളിലേക്ക് മുമ്പോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ആ രീതിയിലൊക്കെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരുപാട് ബന്ധങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. ഓക്കെ, പിന്നെന്ന് വെച്ചാൽ നമ്മൾ എന്താ ആക്ച്വലി ലൈക്ക് പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും റീസെൻ്റ്ലി ആ ഒരു AI സമ്മിറ്റ് ഫ്രാൻസിൽ വെച്ച് നടന്നപ്പോഴും അവിടെയും സപ്പോർട്ട് ചെയ്തു. ആ രീതിയിലൊക്കെ ഒരു ഭയങ്കരമായിട്ടൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ രീതിയിലൊക്കെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരുപാട് ബന്ധം നിലനിൽക്കുന്നുണ്ട്. അവിടെ തന്നെ വെച്ചാൽ അവിടെ എന്താ ഈ June 16 to 17 എന്താ G7 ഏവിയൻ സ്ഥലത്ത് വെച്ചിട്ട് നടക്കുന്നുണ്ട്. അവിടെ തന്നെ എന്താ ആക്ച്വലി ഇന്ത്യ അവിടെ കാണുന്ന ശേഷം എന്താ G7 എന്താ പറയുക നമ്മുടെ ലീഡിങ് വോയിസ് ഓഫ് ദ ഗ്ലോബൽ സൗത്ത്, ആ രീതിയിലൊക്കെ ഇമ്പോർട്ടൻസ് നിലക്കുന്നുണ്ട് ഇന്ത്യക്ക് തന്നെ. ആ രീതിയിലൊക്കെ ഒരു എന്താ പറയുക റിലേഷൻസ് മുമ്പോട്ട് പോകുന്നുണ്ട് ഇവിടെ. ഓക്കെ, G7 ഒരു ഗ്രൂപ്പിംഗ് മനസ്സിലാക്കി വെക്കുക. ഫ്രാൻസ് പോലെ ഡെവലപ്ഡ് നേഷൻസ് മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പാണ് G7 എന്നുള്ളത്. അത് G8 ആയിരുന്നു, റഷ്യ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ക്രിമിയ സ്ഥലം അനക്സ് ചെയ്യുന്ന പാർട്ടായിട്ട് റഷ്യ പുറത്തു പോയി എന്താ പിന്നീട് G7 മാത്രമായിട്ട് മാറി. ഓക്കെ, ഇവിടെ നമ്മൾ ആ ഒരു കൺട്രീസിൻ്റെ ഒരു ഫോട്ടോ കൊടുക്കുന്നുണ്ട്. വെച്ചാൽ എന്താ ആരൊക്കെ G7 കൺട്രീസ് ഉള്ളത് എന്താ കാനഡ ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, ജർമ്മനി ഉണ്ട്, ഇറ്റലി ഉണ്ട്, ജപ്പാൻ ഉണ്ട്, UK ഉണ്ട്, മറ്റു സ്റ്റേറ്റ്സ് ഉണ്ട്. ഓക്കെ, കാര്യം മനസ്സിലാക്കി കേട്ടോ, ഒരു പ്രിലിംസിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ എന്താ വരുന്നത് നമ്മൾ പറഞ്ഞു ലൈക്ക് ഇത് മാത്രമല്ല പിന്നെ വെച്ചാൽ ആക്ച്വലി രണ്ട് രാജ്യങ്ങൾ തമ്മിലാണെങ്കിൽ ഒരുപാട് ബന്ധം ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് ടൈം എന്താ G7 വിളിച്ചതെന്ന് വെച്ചാൽ ആക്ച്വലി G8 ആയിരുന്നു. 2003 വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തിന് പ്രൈം മിനിസ്റ്ററിനെ. ഓക്കെ, പിന്നീട് ആക്ച്വലി 2019 ആക്ച്വലി വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് PM മോദി ആണെങ്കിലും ആ ഒരു G7 സമ്മിറ്റ് അന്ന് പങ്കെടുത്തു. അത് മാത്രമല്ല ലേറ്റസ്റ്റ് സ്റ്റേജിലൊക്കെ ഇന്ത്യ ടോട്ടൽ നോക്കുമ്പോൾ എത്രയാണ് 13th പാർട്ടിസിപ്പേഷൻ ആണ് ആക്ച്വലി ഈ ഒരു റിസൾട്ട് വരുന്ന ആ ഒരു G7 സമ്മിറ്റ് എന്നുള്ളതൊക്കെ. അത് മാത്രമല്ല മോദിനെ നോക്കുമ്പോൾ ആക്ച്വലി വെച്ചാൽ 7th കൺസിക്യൂട്ടീവ് പാർട്ടിസിപ്പേഷൻ മീറ്റ് കൂടിയാണ്. ഓക്കെ, ആ രീതിയിലൊക്കെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധങ്ങളും ആ ഒരു പല ഡയലോഗ് ഫോറത്തിലൊക്കെ ഒരുപാട് മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, ഇത് മാത്രമല്ല പല സെക്ടേഴ്സുകൾ ഇപ്പോൾ ഡിഫൻസ്, സ്പേസ്, ന്യൂക്ലിയർ, ടെക് ഇവിടെയൊക്കെ രീതിയിലേക്കും പല രീതിയിലുള്ള സപ്പോർട്ടും ആ ഒരു
എക്സാമ്പിൾസ് ഇവിടെ കാണാൻ പറ്റും നമുക്ക്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ഒരു ഡിഫൻസിന്റെ കേസ് ഇവിടെ പറയുന്നത് എന്താ, റാഫേൽ എയർക്രാഫ്റ്റ്. നമുക്കൊരു റാഫേൽ എന്ന് വെച്ചാൽ ആക്ച്വലി എന്താ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ലൈക്ക് മൈൽ സ്റ്റോൺ അച്ചീവ്മെന്റ് പോലൊരു കാര്യമാണത്. ഓക്കെ, ഇപ്പോൾ റഫേൽ എയർക്രാഫ്റ്റ്, സ്കോർപിയൻ സബ്മറൈൻസ്, ശക്തി ഹെലികോപ്റ്റർ എഞ്ചിൻസ് ഒക്കെ ആക്ച്വലി ഡിഫൻസ് സെക്ടറിലൊരു കൊളാബറേഷൻ്റെയും സപ്പോർട്ടിൻ്റെയും ഒരു കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ വരുന്നത് എന്താ സ്പേസ് സെക്ടറിനാണെങ്കിൽ എന്താ വെച്ചാൽ 6 decade ഓൾഡ് കോപ്പറേഷൻ ഉണ്ട് എന്താ നമ്മുടെ ISROയും അവരുടെ CNES. ഓക്കെ, CNES എന്ന് വെച്ചാൽ ആക്ച്വലി ഫ്രാൻസിൻ്റെ സ്പേസ് ഏജൻസിയാണ്. ഓക്കെ, ആ ISROയും ഈ CNES തമ്മിലൊരു സപ്പോർട്ടും കോളബറേഷനും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അത് മാത്രമല്ല ജോയിന്റ് ലോഞ്ചസുകളുണ്ട്, ഡെവലപ്മെന്റ് സാറ്റലൈറ്റുകളുണ്ട്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ മെഗാട്രോപിക്സ് ആൻഡ് സരൽ. ഓക്കെ, സരൽ എന്ന് വെച്ചാൽ ഒരു ഓഷോനോഗ്രാഫിക്കിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി സാറ്റലൈറ്റ് ആണ്. ഓക്കെ, പിന്നെന്താ നമ്മുടെ ഗഗൻയാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഫ്രാൻസ് ആണെങ്കിലും. ലാസ്റ്റ് വെച്ചാൽ തൃഷ്ണ പോലുള്ള ഇൻഫ്രാറെഡ് തെർമൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ആക്ച്വലി എന്താ സപ്പോർട്ടും ആ ഒരു ഇതൊക്കെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നിലക്കുന്നുണ്ട്. പിന്നെന്താ ലാസ്റ്റ് പറഞ്ഞ ന്യൂക്ലിയർ ഇത് നോക്കുമ്പോൾ എന്താ അപ്പോൾ റീസെൻ്റ്ലി ആ സസ്റ്റൈനബിൾ ഹാർനസിങ് ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് ന്യൂക്ലിയർ എനർജി ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ, ശാന്തി ആക്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ രീതിയിലൊക്കെ ഒരു കൊലാബറേഷൻ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്നുണ്ട്. എന്തൊക്കെ വെച്ചാൽ സ്മോൾ മോഡുലർ റിയാക്ടേഴ്സ്, അഡ്വാൻസ്ഡ് മോഡുലർ റിയാക്ടേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യാനൊക്കെ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഡിക്ലറേഷൻ ഓഫ് ഇൻറ്റൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഫെബ്രുവരി കാലഘട്ടത്തൊക്കെ. പിന്നെ നമ്മുടെ ടെക്കിൻ്റെ കാര്യം പറഞ്ഞു. ആക്ച്വലി എന്താ ഹൈ ലെവലായിട്ട് സപ്പോർട്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നിലക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ പോയിന്റ് സെഷൻ നോക്കാം നമുക്ക് ഇവിടെ എന്തൊക്കെ പറഞ്ഞേ. സ്പെഷ്യൽ ഗ്ലോബൽ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പാണ്. ഓക്കെ, ഒരു കുറച്ചും കൂടി നമ്മൾ ബെറ്റർ ആയിട്ട് എന്താ ആ ഒരു രീതിയിലേക്ക് ടൈസ് ഹയർ മുമ്പോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ട്രസ്റ്റ് നമ്മൾ പറഞ്ഞു 1976 കാര്യം പറഞ്ഞു, റിപ്പബ്ലിക് ഡേ അറ്റൻഡ് ചെയ്ത കാര്യം. പിന്നെന്താ 1998 ഫ്രാൻസ് പൊക്രാൻ 2 സമയത്ത് എന്താ ആ ഒരു റെഫ്യൂസ് ചെയ്ത സാങ്ഷൻസ് ഒക്കെ. പിന്നെന്താ മക്രോൺ 2024 നമ്മുടെ റിപ്പബ്ലിക് ഡേ ഇൻവൈറ്റ് വന്നിട്ട് എന്താ പറയുക ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ലാസ്റ്റ് നമ്മൾ പറഞ്ഞാൽ ഭാരത് ഇന്നോവേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നൈസിൽ നടക്കുന്ന പരിപാടിയുണ്ട്. യുവാടെക് സമ്മിറ്റ് നടക്കുന്നുണ്ട്. ഓക്കെ, G7 സമ്മിറ്റ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യ ആണെങ്കിൽ 13th പാർട്ടിസിപ്പേഷനാണ് ആക്ച്വലി ഈ G7 സമ്മിറ്റിനകത്തൊക്കെ. അപ്പോൾ G7 സമ്മിറ്റിൻ്റെ രാജ്യങ്ങൾ ഏതൊക്കെ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അക്കാര്യം മനസ്സിലാക്കി വെക്കാം. ലാസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞാൽ ആക്ച്വലി ഡിഫറെൻറ്റ് സെക്ടറുകൾ, ഇപ്പോൾ ഡിഫൻസ്, സ്പേസ്, ന്യൂക്ലിയർ, ടെക്. ഓക്കെ, ഇവിടെയൊക്കെയുള്ള കൊലാബറേഷൻസും സപ്പോർട്ടും നമ്മൾ സംസാരിച്ചു. ഓക്കെ, അടുത്തതിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ വെച്ചാൽ എന്താ പറയുന്നത് GS3 എക്കണോമി, എംപ്ലോയ്മെൻറ്റ്, ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്. ഓക്കെ, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു ആർട്ടിക്കിൾ എന്നുള്ളത്. ഇവിടെ എന്താ പറയുന്നത് അമിഡ് യൂത്ത് പ്രൊട്ടസ്റ്റേഴ്സ് എ സ്നാപ്ഷോട്ട് ഓഫ് ഇന്ത്യാസ് എംപ്ലോയ്മെൻറ്റ് റേറ്റ് ഓവർ ദിസ് ഡെക്കേഡ്. ഓക്കെ, ഇത് ആക്ച്വലി എന്താ ഈ ഒരു ആർട്ടിക്കിൾ എടുത്തതെന്ന് വെച്ചാൽ സെൻറ്റർ ഫോർ മോണിറ്ററിങ് ഇന്ത്യൻ എക്കണോമി. ഓക്കെ, CMIE ഇവരുടെ ഡാറ്റ പ്രകാരമാണ് ആക്ച്വലി ഈ ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ ആക്ച്വലി എന്താ ലൈക്ക് ഇവർ ആക്ച്വലി റെക്കോർഡ് ചെയ്തിട്ടുള്ളത് എംപ്ലോയ്മെൻറ്റ് റേറ്റ് ആണ്. ഓക്കെ, എവിടെ വെച്ചാൽ നമ്മുടെ ഏജ് എബോവ് 15. ഓക്കെ, ദ ഷെയർ ഓഫ് വർക്കിംഗ് ഏജ് പീപ്പിൾ എന്നുള്ളത് 15 years ആൻഡ് എബോവ് ആണ്. ഓക്കെ, അവിടെ നിലനിൽക്കുന്ന എംപ്ലോയ്മെൻറ്റ് റേറ്റ് എത്രയാണ്, ആ രീതിയിലാണ് ഈ ഒരു കാര്യം സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് ആക്ച്വലി എന്താ ഇവർ ഇതെടുക്കാൻ കാരണം ഇവിടെ ചൂണ്ടിക്കാണിച്ച് പറയുന്നുണ്ട് വെച്ചാൽ 2011-12 സമയങ്ങളിൽ എന്താ മോസ്പി നമ്മുടെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ്റെ കാര്യം നോക്കുമ്പോൾ എന്താ ആ ഒരു ആക്ച്വലി എംപ്ലോയ്മെൻറ്റ് അൺഎംപ്ലോയ്മെൻറ്റ് സർവേ ആണ് ഉണ്ടായിരുന്നത്. ഓക്കെ, എവറി 5 years. പിന്നീട് ആക്ച്വലി വെച്ചാൽ 17-18 കാലഘട്ടത്തിൽ ആക്ച്വലി എന്താ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ എന്നുള്ള കാര്യത്തിൽ ഇത് മാറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ മോസ്പിൻ്റെ ഒരു റിപ്പോർട്ട് എന്നുള്ളത്. ഓക്കെ, ഇത് ആക്ച്വലി വെച്ചാൽ എന്താ ലൈക്ക് ആ ഒരു അൺഎംപ്ലോയ്മെൻ്റ് ഒക്കെ ഒന്ന് ഹിറ്റ് ചെയ്ത് പറയുന്നുണ്ട്. പക്ഷെ ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ആക്ച്വലി നമ്മൾ അൺഎംപ്ലോയ്മെൻറ്റ് മാത്രമായിട്ട് ഇതിനെ നോക്കുന്നതാണെങ്കിൽ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നോക്കാം എന്താ ലൈക്ക് ഇവിടെ ജസ്റ്റ് കണക്ക് പറയുന്നുണ്ട്. എന്താ ഒരു പോപ്പുലേഷൻ ഓഫ് കൺട്രി ആക്ച്വലി ഒരു 100 ആണ് എങ്കിൽ, ഓക്കെ 100 ആണ് എങ്കിൽ അതിനകത്ത് ആക്ച്വലി എന്താ ഓൺലി 60 മാത്രമാണ് എന്താ ഏജ് ഓഫ് 15 ഏജിന് പ്ലസ് മുകളിൽ വരുന്ന 60 പേരാണെങ്കിൽ മാത്രമാണെങ്കിൽ ഈ 60 പേരാണ് എന്താ ആക്ച്വലി എന്ന് വെച്ചാൽ ലൈക്ക് വർക്ക് ഫോഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, വർക്ക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താ ഏജ് 15 മുകളിൽ വരുന്ന ആൾക്കാർ, ഈ ഏജ് 15 മുകളിൽ വരുന്ന ആൾക്കാർ മാത്രമാണ് ആക്ച്വലി വർക്ക് ഫോഴ്സ് വരുന്നത്. ഈ 60 പേരിനകത്ത് ആക്ച്വലി എന്താ ആകെ ലൈക്ക് ഒരു നമുക്ക് നോക്കുന്നതാണെങ്കിൽ കുറച്ച് പേര് മാത്രമായിരിക്കും എന്താ ജോബിന് നോക്കുന്നുണ്ടാവും. ഓക്കെ, വെച്ചാൽ ഈ 60 പേരിലൊക്കെ 50 പേര് മാത്രമാണ് ആക്ച്വലി ജോബ് നോക്കുന്നതാണെന്ന് വിചാരിക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ ബാക്കി 10 പേര് മേ ബി എന്താ ലൈക്ക് ഒരു സ്റ്റുഡൻസോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവർക്ക് ജോബ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കാവാം. ഓക്കെ, അങ്ങനെ വരുന്നതുകൊണ്ടാണ് ആക്ച്വലി എന്താ അവരാകെ ഈ 50 പേരെ മാത്രം കണക്കെടുക്കുന്നത്. ഈ 50 പേരാണ് ആക്ച്വലി അത് പ്രകാരം നോക്കുന്നതാണെങ്കിൽ എന്താ ലേബർ ഫോഴ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, വെച്ചാൽ നമ്മൾ പറഞ്ഞു 22-year-old സ്റ്റുഡൻറ്റ് അതല്ലെങ്കിൽ 30-year-old എന്താ
ഹ്യൂ എന്താ പറയുക ഡിസ്കറേജ് ടു ലുക്കിംഗ് ഫോർ എ ജോബ്. ഓക്കെ, അങ്ങനെ ഈ ജോബ് നോക്കാത്ത ആൾക്കാരും അത് മാത്രമല്ല എന്താ ആ ഒരു സ്റ്റുഡൻ്റ് ആൾക്കാരൊക്കെ ആ ഒരു ഏജ് ഗ്രൂപ്പിന് മുകളിലാണെങ്കിൽ, ഏജ് ഗ്രൂപ്പ് മുകളിലാണെന്ന് വെച്ചാൽ തന്നെ വർക്കർ ഫോഴ്സായി മാറി. പക്ഷേ വർക്ക് ഫോഴ്സായി മാറി സ്റ്റിൽ അതിൽ അവർ ജോബ് ലുക്ക് ചെയ്യുന്നില്ല എങ്കിൽ അവരെ ആക്ച്വലി ലേബർ ഫോഴ്സിൽ വരുന്നില്ല. അപ്പോൾ ആ ഒരു സമയം നോക്കുമ്പോൾ എന്താ ഇവിടെ നമ്മൾ കണക്ക് പ്രകാരം ആകെ 50 പേര് മാത്രമായിരിക്കും എന്താ ആ ഒരു ലേബർ ഫോഴ്സിൽ വരുന്നത്. ഓക്കെ, ഈ ലേബർ ഫോഴ്സിൽ വരുന്നതെന്നാണ് ആക്ച്വലി എന്താ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം അൺഎംപ്ലോയ്മെന്റ് റേറ്റ് പറയുകയെന്ന് വെച്ചാൽ എന്താ 10% ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്ന് വെച്ചാൽ ഈ 50 ആകെ എത്രയാ 10% ഓഫ് UER. ഓക്കെ, വെച്ചാൽ 10% ഓഫ് 50 വരുന്നത്. ഓക്കെ, ഈ 50ന്റെ 10% വെച്ചാൽ ആക്ച്വലി 5 ആയിരിക്കും അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വരുന്നുണ്ടാവും. ഓക്കെ, 10% ആക്ച്വലി 5. ഓക്കെ, അപ്പോൾ ആക്ച്വലി എന്ന് വെച്ചാൽ നമ്മോട് പറഞ്ഞ എന്താ ആകെ 45 ആൾക്കാർക്കായിരിക്കും ഇത് വർക്ക് ഉണ്ടാവാം. ബാക്കി ഈ 5 പേര് വരുന്ന 10% എന്നുള്ളത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് വരുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ പ്രശ്നം വെച്ചാൽ ആക്ച്വലി ഈ വർക്ക് ഫോഴ്സ് നോക്കുമ്പോൾ എന്താ ആ 50ഉം 60ഉം തമ്മിൽ 10 ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, ഈ 10 നമ്മൾ പറഞ്ഞ എന്താ ആകെ സ്റ്റുഡൻസോ അല്ലെങ്കിൽ ഈ ജോബ് ദുഃഖ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും. പക്ഷെങ്കിൽ ആ ഒരു 10 ആൾക്കാർ ഇവിടെ കണക്കെടുക്കുന്നില്ല. ഓക്കെ, ഇനിയിപ്പോൾ എന്താ പറയുന്നത് ഇവിടെ പറയുന്നത് ആക്ച്വലി എന്താ ഈ 5 പീപ്പിൾ ഉണ്ട് നമ്മൾ പറഞ്ഞ ഈ ഒരു അൺഎംപ്ലോയ്മെന്റിനുള്ള ആൾക്കാർ, നിലവിൽ ആ ലേബർ ഫോഴ്സ് എന്നുള്ള ആൾക്കാർ, ഈ 5 പീപ്പിൾ ആണെങ്കിൽ ആക്ച്വലി എന്താ ഓൾസോ ഓപ്റ്റ് ഔട്ട് ഓഫ് ജോബ് മാർക്കറ്റ്. ഓക്കെ, അവരും ഇവിടെ നിന്ന് പുറത്ത് കടന്ന് നമുക്ക് ജോബ് വേണ്ട അങ്ങനെ തീരുമാനം എടുക്കുന്നതാണെങ്കിൽ അപ്പോൾ അവർ ലേബർ ഫോഴ്സ് നിന്നുള്ളത് മാറി നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ലേബർ ഫോഴ്സിൻ്റെ ടോട്ടൽ കൗണ്ട് എന്നുള്ളത് ആക്ച്വലി ഈ 50 നിന്ന് പിന്നെയും 5 കുറയും. ആകെ എത്രയാവും ഈ 45 വരും. ഓക്കെ, 45 വന്നു കഴിഞ്ഞാൽ ആക്ച്വലി എന്താ നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നോക്കുമ്പോൾ എന്താ അത് 0 ആയി മാറുന്നുണ്ടാവും. ഓക്കെ, മനസ്സിലായോ? അപ്പം ഇതാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത്. ആക്ച്വലി വെച്ചാൽ ഇത് ആക്ച്വലി ലേബർ ഫോഴ്സ് എന്നാണ് ആക്ച്വലി ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്നത്. പക്ഷേ നമ്മളിവിടെ ഒരു ഈ സ്റ്റഡി പ്രകാരം ചെയ്യുന്ന ഒരു എംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ ആയിട്ടുള്ള എന്താ നമ്മുടെ വർക്ക് ഫോഴ്സ് ഉണ്ടാവില്ലേ ഏജ് ഓഫ് 15 മുകളിലുള്ള അത് വെച്ചിട്ടാണ് ആക്ച്വലി ഈ ഒരു സ്റ്റഡി പ്രകാരം ഡാറ്റ തയ്യാറാക്കുന്നത്. ഓക്കെ, എന്താ ഇവിടെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരാനുള്ള കാരണം. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് എന്താ എംപ്ലോയ്മെന്റ് റേറ്റ് വെച്ചാൽ എന്താ നമ്പർ ഓഫ് പീപ്പിൾ വിത്ത് എ ജോബ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ. ഓക്കെ, വെച്ചാൽ ആ വർക്ക് ഫോഴ്സ് എന്നാണ് ആക്ച്വലി എന്താ ഇത് കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ആർക്കൊക്കെയാണ് എത്രമാത്രം ആൾക്കാർക്കാണ് ജോബ് നിലനിൽക്കുന്നത് അവിടെ നിന്നുള്ള ഒരു ഡാറ്റയാണ് ഇത് വരുന്നത്. ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നത് ആക്ച്വലി എന്താ കമ്പാരിറ്റീവ്ലി 2016-17 ആക്ച്വലി എന്താ 42.7% രീതിയിലേക്ക് നമുക്ക് എംപ്ലോയ്മെന്റ് നിലനിൽക്കുന്നുണ്ട്, ജോബ് ഉണ്ട്. പക്ഷേ ആഫ്റ്റർ ഇത്രയും വർഷങ്ങൾ ശേഷം 10 വർഷങ്ങൾ ശേഷം ഡെക്കേഡ് കഴിയുമ്പോൾ എന്താ 38.7% ആൾക്കാർക്ക് മാത്രമേ ജോബ് നിലനിൽക്കുന്നുള്ളൂ. പക്ഷെ ഇവിടെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ CMI പറയുന്നത് എന്താ ആക്ച്വലി 2016-17 406 മില്യൺ ഇന്ത്യൻസിന് ജോബ് ഉണ്ട്, 406 മില്യൺ. പക്ഷേ ഈ 25-26 വന്നപ്പോഴും കൂടിയത് എത്രയാ 438 മില്യൺ ആയി. പക്ഷെ സ്റ്റിൽ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കറിയാലോ എന്താ പോപ്പുലേഷൻ കൂടി വരുന്നുണ്ട്, ആ വർക്കിംഗ് ഏജിന്റെ പോപ്പുലേഷൻ്റെ എണ്ണം തന്നെ കൂടി ആ കാറ്റഗറിനകത്തൊക്കെ. ആ സ്റ്റിൽ വരുമ്പോഴേ നമ്മുടെ പെർസെൻറ്റേജ് നോക്കുമ്പോൾ എന്താ സ്റ്റിൽ അത് കുറവാണ്. ഓക്കെ, അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്ര 42.7% എന്നുള്ളത് സ്റ്റിൽ ഇപ്പോഴെന്താ 38.7% മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. അതാണ് ഇവിടെ ആ ഒരു എംപ്ലോയ്മെന്റ് റേറ്റിനകത്തുള്ള കുറവ് ചൂണ്ടിക്കാണിക്കുന്നതൊക്കെ കാര്യം മനസ്സിലാക്കുക. പിന്നെ ഇവിടെ പറയുന്ന ആക്ച്വലി സ്റ്റിൽ ആ ഒരു ഫോള് ഉണ്ടാകുന്നുണ്ട്. പിന്നെന്താ ആ ഒരു മെന്നിൻ്റെ ആണെങ്കിൽ പറയുന്നത് വെച്ചാൽ 70.5% നിന്ന് 64.8% കുറഞ്ഞു. അത് മാത്രമല്ല വുമൻ ആണെങ്കിൽ 11.8% നിന്ന് 9.4% കുറഞ്ഞിട്ടുണ്ട് ഈ ഒരു പീരീഡിനകത്തൊക്കെ. പക്ഷേ സ്റ്റിൽ ഒരു കാര്യം വെച്ചാൽ ഇവിടെ തന്നെ 25 to 29 ഇയേഴ്സ്, അത് മാത്രമല്ല ആ ഒരു 55 to 59 ഇയേഴ്സ് ഒക്കെ ഒന്നും ആ മാത്രം ഗ്രൂപ്പുകളിൽ കുറച്ചും കൂടെ ആ ഒരു ഫോൾ അത്രയും ഒക്കർ ചെയ്യുന്നില്ല. പക്ഷെ ബാക്കിയൊക്കെ ആ രീതിയിലൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല അക്രോസ് എന്താ പറയുക ആ ഒരു രീതിയിലൊക്കെ എന്താ പറയുക എഡ്യൂക്കേഷൻ്റെ കേസാണെങ്കിലും ഓൺലി പ്രൈമറി എഡ്യൂക്കേഷൻ കിട്ടിയ ആൾക്കാരാണെങ്കിൽ അവിടെ ഷാർപ്പസ്റ്റ് ഡിക്ലൈനാണ് കാണിക്കുന്നത് എംപ്ലോയ്മെന്റ് റേറ്റിനകത്ത്. ഓക്കെ, ആ രീതിയിലൊക്കെ ഡിഫറെൻറ്റ് റിലീജിയൻ പല രീതിയിലൊക്കെ നോക്കുമ്പോൾ ഈ ഒരു എംപ്ലോയ്മെന്റ് റേറ്റിനകത്ത് ഡിക്ലൈന് കാണിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ചൂണ്ടിയാണെങ്കിൽ വെച്ചാൽ നമ്മളെന്താ പറയുക ഇപ്പം ഗവൺമെൻറ് ആണെങ്കിലും ഈ GDP കൂടുന്നുണ്ട് അല്ലേ, നമ്മൾ GDP കൂടി എന്താ പറയുക നമ്മൾ എക്കണോമി മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ എന്താ GDP കൂടിയാലും എന്താ ആക്ച്വലി വെച്ചാൽ GDP കൂടുന്നത് കാണിക്കുന്നത് എന്താ ആക്ച്വലി ടോട്ടൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഓൾ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഈസ് ഗ്രോയിങ്. ഓക്കെ, അതാ കാണിക്കുന്നത് GDP ഗ്രോത്ത് കാണിക്കുമ്പോൾ. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഇത് ആക്ച്വലി നമ്മുടെ ആ ഒരു ജോബ് എംപ്ലോയ്മെന്റ് ഓക്കെ ജോബ് ഗ്രോത്ത് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റിന്റെ ഗ്രോത്ത് എംപ്ലോയ്മെന്റ് റേറ്റ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. ഈ നമ്മുടെ പ്രൊഡക്ഷനും മറ്റും കൂടിയിട്ട്
ആ ഒരു GDP ഗ്രോത്ത് ഉണ്ടാകുന്ന മാത്രമേ ഉള്ളൂ. സ്റ്റിൽ നമ്മുടെ അവിടെ ജോബ് ക്രിയേഷൻസോ മറ്റോ അതിൻ്റെ അത്ര മാത്രം ആ ഒരു റേറ്റിനകത്ത് സംഭവിക്കുന്നില്ല എന്നുള്ള ഒരു ഇതാണ് ശക്തമാണെന്ന് പറയാം ഈ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് ഇന്ത്യ ഷുഡ് ബി പേയിങ് ഗ്രേറ്റർ അറ്റൻഷൻ ടു ജോബ് ക്രിയേഷൻ. ഓക്കെ, പിന്നെന്താ ഇന്ത്യസ് ഗ്രോത്ത് മോഡൽ സീംസ് ടു ബി ഫെയിലിംഗ് ഇന്ത്യൻസ് where it matters most. Okay, creating jobs and boosting incomes in commensurate with overall GDP growth. ആ രീതിയിൽ സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് സാധിക്കുന്നുണ്ടാവുള്ളൂ. ഓക്കെ, കാര്യം മനസ്സിലാക്കി വെക്കുക. ആ പോയിന്റ്സ് പറയണെന്നാ UER എന്ന് വെച്ചാൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണ്. ഓക്കെ, പെർസെൻറ്റേജ് ഓഫ് ലേബർ ഫോഴ്സ് അൺഎംപ്ലോയിഡ് ഡിസ്റ്റോർട്സ് റിയാലിറ്റി ഇഫ് ഡിസ്കറേജ്ഡ് വർക്കേഴ്സ് ഡ്രോപ്പ് ഔട്ട്. ഓക്കെ, പിന്നെന്താ പറയുന്നത് ER നമ്മൾ പറഞ്ഞു പെർസെൻറ്റേജ് ഓഫ് വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ വിത്ത് എ ജോബ് ക്ലിയർ മെഷർ. ഓക്കെ, നമ്മൾ ആ ഒരു ഡെക്കേഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഓവർ ദ 10 ഇയേഴ്സിൻ്റെ പീരീഡിനകത്തുള്ള ഡിഫറൻസ് ഓഫ് എന്താ പറയുക ആ ഒരു എംപ്ലോയ്മെൻറ്റ് റേറ്റിൻ്റെ കണക്ക് പറഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ എന്താ പറയുക ആക്ച്വലി ജോബ്സ് കൂടി സ്റ്റിൽ എന്താ ആ ഒരു പോപ്പുലേഷൻ നോക്കുമ്പോൾ എന്താ അത് വളരെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആക്ച്വലി ആ ഒരു പെർസെൻറ്റേജിൻ്റെ കണക്ക് നോക്കുമ്പോൾ സംഭവം കുറയാനുള്ള കാരണം. ഓക്കെ, നമ്മൾ ലാസ്റ്റ് എന്താ പറഞ്ഞത് ഈ ഒരു അക്രോസ് ആ ഒരു മെയിലാണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ആ ഒരു എന്താ പറയുക ഡിക്ലൈൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവിടെ എഡ്യൂക്കേഷൻ്റെ ഇമ്പാക്റ്റ് പറയുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല അക്രോസ് കാസ്റ്റ് റിലീജിയൻ ഒക്കെ രീതിയിലേക്കും എന്താ പറയുക ഇത് ഡിക്ലൈന് കാണിക്കുന്നുണ്ട്. ഓക്കെ, കാര്യം മനസ്സിലാക്കി വെക്കുക. അടുത്തതിലേക്ക് പോവാം. ഓക്കെ, എന്താ പറയുന്നത് ആക്ച്വലി വെച്ചാൽ നമ്മുടെ GS3 ഇന്ത്യൻ എക്കണോമി ഇൻഫ്ലേഷൻ മോണിറ്ററി പോളിസി കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെന്താ പറയുക വെച്ചാൽ എന്താ ആസ് ഫുഡ് പ്രൈസസ് റൈസ് റീറ്റെയിൽ ഇൻഫ്ലേഷൻ ടച്ചസ് എ 16-month ഹൈ ഓഫ് 3.9%. ഓക്കെ, ഇതെന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ റീസെൻ്റ്ലി എന്താ പറയുക CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വന്നിട്ടുണ്ട്. ഇത് ആര് പുറത്തിറക്കുന്നത് വെച്ചാൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് എന്താ പറയുക സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. ഒക്കെ MOSPI ആണ് അവരുടെ അണ്ടറിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസാണ് ആക്ച്വലി ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പുറത്ത് വിടുന്നത്. ഒക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അവർ പറഞ്ഞ വെച്ചാൽ ആക്ച്വലി ഇപ്പോൾ റീസെൻ്റ്ലി ആണെങ്കിൽ ഈ ലാസ്റ്റ് മെയിൽ 3.9% ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, വെച്ചാൽ എക്സാക്ട് നോക്കുമ്പോൾ 3.93 വരുന്നത്. ഇത് കമ്പാരിറ്റീവ്ലി ലാസ്റ്റ് ജനുവരി 2025 ആക്ച്വലി എന്താ 4.06 ആയിരുന്നു. അതിനുശേഷം ഈ ഒരു ഹൈ രേഖപ്പെടുത്തുകയാണ് ആക്ച്വലി എന്താ 3.93 എന്നുള്ളത് ഇപ്പോൾ റീസെൻ്റ് കഴിഞ്ഞ മെയ് മാസത്തിലൊക്കെ. അതാണ് ഇവിടെ ഈ ഒരു ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ. ഇവിടെ പറഞ്ഞ 4.6% വെച്ചാൽ ഹയസ്റ്റ് ഇൻ 16 months ആണ്. ഓക്കെ, ആ രീതിയിൽ കാര്യം മനസ്സിലാക്കി വെക്കാം. ഇത് എക്സ്പ്ലെയിൻ എന്താ നമ്മുടെ RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിൻ്റെ ഒരു ഇത് വെച്ചാൽ ടാർഗറ്റ് എത്രയാണ് 4% വരുന്നത്. അവിടുന്ന് ജസ്റ്റ് 0.07% മാത്രമാണ് കുറവ് നിലനിൽക്കുന്നതൊക്കെ. ആ രീതിയിൽ ടാർഗറ്റൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ പറയുന്ന ശേഷം വെച്ചാൽ നമ്മുടെ ആ ഒരു ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. എന്താ ഇൻക്രീസ് ഇൻ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ക്യാൻ ബി ലാർജ്ലി അട്രിബ്യൂട്ട് ടു റൈസ് ഇൻ ഫുഡ് പ്രൈസസ്. ഓക്കെ, ഇവിടെ എന്ന് വെച്ചാൽ CFPI കൺസ്യൂമർ ഫുഡ് പ്രൈസ് ഇൻഡെക്സ് ആക്ച്വലി 4.8% മെയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, കമ്പാരിറ്റീവ്ലി പ്രീവിയസ് മന്തിൽ 4.2% ആയിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ആക്ച്വലി അത് കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആ ഒരു ഇതൊക്കെ പറയുന്നുണ്ട് ലൈക്ക് സെറിയൽ പ്രൈസ് കൂടി 0.28%, ആ ഒരു റൈസിൻ്റെ പ്രൈസ് കൂടി. ഓക്കെ, സ്റ്റിൽ നമ്മുടെ ഒരു ടൊമാറ്റോ ആണെങ്കിൽ 48.4% മാറിയിട്ടുണ്ട് ഫ്രം 35.3%. പക്ഷേ ഒനിയൻ്റെ ഒക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് 2.2%. എങ്കിലും എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ആ രീതിയിലേക്ക് ഫുഡിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി വെക്കുക. CPI ഇൻഡെക്സിനകത്തൊക്കെ അതാണ് മനസ്സിലാക്കി വെക്കേണ്ട കഴിയുന്നത്. ആ സ്പെസിഫിക് നമ്പേഴ്സ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി ഈ ഒരു ഇൻഡെക്സിനകത്ത് ഏറ്റവും കൂടുതൽ വെയിറ്റ് കിട്ടുന്നത് ആക്ച്വലി ഫുഡ് സെക്ടറിന് കേട്ടോ. ഫുഡിൻ്റെ അതിനാണ് കൂടുതൽ വെയിറ്റ് വരുന്നത് ഈ CPIക്ക് വരുമ്പോൾ. സെക്കൻഡ് വരുന്നതാണ് ആക്ച്വലി എന്താ ഹൗസിംഗ്, വാട്ടർ, ഇലക്ട്രിസിറ്റി, ഗ്യാസ് ആൻഡ് അതർ. ഓക്കെ, ഇതാണ് എന്താ സെക്കൻഡ് ലാർജസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദ 17.6% ഓഫ് റീറ്റെയിൽ ബാസ്ക്കറ്റ്. ഓക്കെ, ആ രീതിയിൽ അത്രയും പെർസെൻറ്റേജ് വെയിറ്റ് ഇതിന് വരുന്നുണ്ട്. ഓക്കെ, പിന്നീട് ഫ്യൂവലും അങ്ങനത്തെ രീതിയിൽ വരുന്നത്. ഓക്കെ, പക്ഷെ ഇവിടെ വെച്ചാൽ ആ കാര്യങ്ങൾ നോക്കുമ്പോൾ എന്താ ആക്ച്വലി ഇവിടെ ഒരു റീറ്റെയിൽ പ്രൈസിൻ്റെ ഇത് കൂടിയിട്ടുണ്ട്. ഇൻഫ്ലേഷനാണ്. ആ രീതിയിൽ കാര്യം മനസ്സിലാക്കി വെക്കുക. നമ്മളിപ്പോൾ പ്രിലിംസ് പോയിന്റ് ഓഫ് നോക്കുമ്പോൾ എന്താ ഇത് ആരൊക്കെയാണ് ഈ CPI പുറത്തിറക്കുന്നത്, അതിൻ്റെ ബേസ് ഇയർ എന്താണ്, അതിൻ്റെ കുറച്ച് ഇൻഫ്ലേഷൻ ടേംസ് ഒക്കെ പഠിച്ചു പോകുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ്റെ ഒരു തോത് പറയുന്നുണ്ട് 3.9% എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ കമ്പാരിറ്റീവ്ലി കൂടുതലാണിത്. ഫുഡ് ഇൻഫ്ലേഷൻ നമ്മൾ ഡാറ്റ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഫ്യൂവലിൻ്റെയും കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ കോർ ഇൻഫ്ലേഷൻ കണ്ടു. കോർ ഇൻഫ്ലേഷൻ ആക്ച്വലി ഈ നമ്മൾ നോക്കുന്നതാണെങ്കിൽ ഇവിടെ ഫുഡ്, ഫ്യൂവൽ, ഇലക്ട്രിസിറ്റി ഈ 3 കാര്യങ്ങളാണ് ആക്ച്വലി എന്താ ഭയങ്കരമായിട്ട് ഈ ഇൻഫ്ലേഷനെ ബാധിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വലിയ വേരിയേഷൻ മേ ബി വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ സ്റ്റിൽ ആ അക്രോസ് മറ്റുള്ള സെക്ടറുകളിലൊന്നും ഇത്രയും വേരിയേഷൻ ഉണ്ടാകുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഇത് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോർ ഇൻഫ്ലേഷൻ എന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ആക്ച്വലി കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താ ആക്ച്വലി വെച്ചാൽ കോർ ഇൻഫ്ലേഷൻ ഈസ് കാൽക്കുലേറ്റഡ് വിത്തൗട്ട് കൺസിഡറിങ് ഫുഡ്, ഫ്യൂവൽ, ഇലക്ട്രിസിറ്റി പ്രൈസസ്. ഓക്കെ, അപ്പോൾ അത് നോക്കുമ്പോൾ എന്താ അതാണെങ്കിലും 3.7% രീതിയിലേക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ,
കൂടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു പറഞ്ഞു CPI എന്നുള്ളത് 0.07% ആകെ എത്രയാ കുറവ് മാത്രമേ ഉള്ളൂ, 4% ടാർഗറ്റിനായിരുന്നു. ഓക്കെ, നമ്മളെന്താ പറഞ്ഞത്, ആ ഒരു CPI റിലീസ് ചെയ്യുന്ന മന്ത്ലി ആണ്, ലൈക്ക് MOSPI ആണ് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ചെയ്യുന്നത്. അത് ആക്ച്വലി അണ്ടർ നമ്മുടെ NSO ആണ് ചെയ്യുന്നത്, അണ്ടർ ദ MOSPI മിനിസ്ട്രി. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കി വെക്കാം. ഇത് ആക്ച്വലി ബേസ് ഇയർ എന്നുള്ളത് 2024 വരുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി റിവൈസ് ചെയ്ത കാര്യമാണ്. മുമ്പാണെങ്കിൽ 2012 ആയിരുന്നു ആക്ച്വലി നമ്മുടെ മുമ്പത്തെ ബേസ് ഇയർ എന്നുള്ളത് CPI ചെയ്തത്. ഓക്കെ, കാര്യം മനസ്സിലാക്കി വെക്കാം. പിന്നെ അടുത്തേക്ക് പോവാം. ജസ്റ്റ് ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ആക്ച്വലി CPI എന്നുള്ളത് ആക്ച്വലി വെച്ചാൽ പലപ്പോഴും ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരു UPSC പ്രിലിംസ് PYQ ആണ് 2020 എന്താ പറയുന്നത്, ദ വെയിറ്റേജ് ഓഫ് ഫുഡ് ഇൻ കൺസ്യൂമർ പ്രൈസിൻ്റെ CPI ഈസ് ഹയർ ദാൻ ദാറ്റ് ഇൻ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. ഓക്കെ, WPI-നെക്കാട്ടിയും CPI-യിൽ ഫുഡിൻ്റെ വെയിറ്റേജ് കൂടുതൽ. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, WPI ഡസ് നോട്ട് ക്യാപ്ചർ ചേഞ്ചസ് ഇൻ ദ പ്രൈസസ് ഓഫ് സർവീസസ്. പക്ഷേ CPI സർവീസിലെ ആ ഒരു ചേഞ്ചസുകൾ എന്താ പറയുക റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് എന്താ പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ഹാസ് നൗ അഡോപ്റ്റഡ് WPI ആസ് ദ കീ മെഷർ ഓഫ് ഇൻഫ്ലേഷൻ ആൻഡ് ടു ഡിസൈഡ് ചേഞ്ചിങ് കീ പോളിസി റേറ്റ്സ്. ഓക്കെ, ഇതിൽ ആക്ച്വലി ആൻസർ എന്ന് വെച്ചാൽ 1 and 2 ആണ്. ഓക്കെ, കാര്യം മനസ്സിലാക്കി വെക്കാം. ഇതിപ്പോൾ ആക്ച്വലി പറഞ്ഞ കാരണം വെച്ചാൽ നമ്മൾ പറഞ്ഞു എന്താ ഈ CPI ഇൻഫ്ലേഷൻ ഇതൊക്കെ UPSC ഫേവറേറ്റ് ടോപ്പിക്കാണ്. അതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അടുത്തേക്ക് പോവാം. അടുത്ത ആക്ച്വലി എന്താ ലൈക്ക് GS3 സെക്യൂരിറ്റി ഡിഫൻസിന് കണക്ട് ചെയ്യാൻ പറ്റും. എന്താ പറയുക വെച്ചാൽ നമ്മുടെ രാജ്നാഥ് സിംഗ് ഡിഫൻസ് മിനിസ്റ്റർ പറയുകയാണ് എന്താ, ഇൻഡിജിനസ് എയർ ഡിഫൻസ് ഷീൽഡ് കുഷ വിൽ ബി എ ഗെയിം ചേഞ്ചർ. ഈ കുഷ എന്ന് ആക്ച്വലി എന്താ നമ്മുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള പ്രൊജക്ട് കുഷ എന്നുള്ളത് ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ആണ്. ഓക്കെ, ഇത് ആക്ച്വലി എന്താ ഡെമോൺസ്ട്രേറ്റഡ് ഡ്യൂറിങ് ഓപ്പറേഷൻ സിന്ദൂർ ടൈമിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട് ഈ കാര്യം എന്നുള്ളത്. ഓക്കെ, ഇത് ആക്ച്വലി ഒരു എന്താ ഇൻഡിജിനസ് ആണ്, ഈ എയർ ഡിഫൻസ് സിസ്റ്റം ആണ്. പിന്നെ എന്താ ആക്ച്വലി പറയുന്നത്, പ്രൊജക്ട് കുഷ ഈസ് എ ലോങ് റേഞ്ച് എയർ ഡിഫൻസ് മിസൈൽ സിസ്റ്റം ബീങ് ഡെവലപ്ഡ് ബൈ DRD. ഓക്കെ, നമുക്ക് ആക്ച്വലി ഇത് ആര് ഡെവലപ്പ് ചെയ്ത്, ഇത് എന്താണ് പ്രൊജക്ട് കുഷ എന്നുള്ളത്, ഒരു ലോങ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം ആണ്. ഇതൊക്കെ കാര്യം മനസ്സിലാക്കി വെക്കാം. ഈ ഒരു പല ടേംസുകളും കാര്യങ്ങളും ഇതെന്താണ് ബേസിക് കാര്യം ഐഡിയ ഉണ്ടാക്കി വെക്കാം. ഓക്കെ, ഇവിടെ പോയിന്റ്സ് പറയുന്നുണ്ട് എന്താ, ഗെയിം ചേഞ്ചർ എന്താ, ഡിഫൻസ് മിനിസ്റ്റർ കോൾസ് പ്രൊജക്ട് കുഷ ആസ് എ വേൾഡ് ക്ലാസ് ലോങ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം. ഓക്കെ, ആരാ DRD ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ തന്നെ നമ്മൾ പറഞ്ഞു സിന്ദൂർ ടൈമിൽ ഇത് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഹെൽപ്ഫുൾ ആയിരുന്നത്. പിന്നെന്താ പ്രിസിഷൻ വെപ്പൺസ്, ഹൈപ്പർസോണിക് പ്രൊജക്ടൈൽസ്, പിന്നെ ഓട്ടോണമസ് പ്ലാറ്റ്ഫോംസ്, ഇതൊക്കെ ഡ്രോണിനൊക്കെ ഇത് തകർത്ത് മുമ്പോട്ട് പോകുന്ന എന്താ പറയുക ഒരു ഡിഫൻസ് സിസ്റ്റമാണ് പ്രൊജക്ട് കുഷ എന്നുള്ളത്. ഓക്കെ, മനസ്സിലാക്കി വെക്കാം. അടുത്തതിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, റീക്യാപ്പ് ചെയ്യാം. നമ്മൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ലോങ് ഓവർഡ്യൂ പറഞ്ഞുകൊണ്ട് ആക്ച്വലി ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ കോൾ സെക്ടറിനകത്തുള്ള കോൾ എക്സ്ചേഞ്ചിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞു. അതിൻ്റെ എന്താ പറയുക പല രീതിയിലൊക്കെ ഒരു ലൈക്ക് ഇമ്പോർട്ടൻസ് എന്താണ്, സിഗ്നിഫിക്കൻസ് എന്താണ്, അതിൻ്റെ ഒരു ചലഞ്ചസ് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. നമ്മളെന്താ പറഞ്ഞത്, ഹൗ ട്രസ്റ്റ് അണ്ടർപിൻസ് ഇന്ത്യസ് ടൈസ് വിത്ത് ഫ്രാൻസ്. ഓക്കെ, ഇന്ത്യ ഫ്രാൻസ് റിലേഷൻസ് അതിൽ ഡെവലപ്മെൻറ്റ്സ് പറഞ്ഞു. അക്രോസ് സെക്ടറിനകത്തുള്ള പല എക്സാമ്പിൾസ് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് റീസെൻ്റ്ലി നടക്കാനുള്ള ആ ഒരു ഇവൻറ്റ്സ് നമ്മൾ സംസാരിച്ചു. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ ആക്ച്വലി വെച്ചാൽ യൂത്ത് പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എന്താ നമ്മുടെ ഒരു എംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്നുള്ളത് സ്റ്റിൽ ഡിക്ലൈൻ ചെയ്ത് മുമ്പോട്ട് ചെയ്യുന്നത്. ഓക്കെ, ആ എംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്താണ്, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് നമ്മൾ സംസാരിച്ചു. ഈ എംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്നുള്ള പല രീതിയിലുള്ള സെക്ടേഴ്സ് എന്നുള്ള ഒരു കുറവ് രേഖപ്പെടുത്തി. ഓക്കെ, നമ്മളെന്താ പറഞ്ഞത്, ഫുഡ് പ്രൈസ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ എന്താ നമ്മുടെ CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്നുള്ളത് കൂടിയിട്ടുണ്ട്. അപ്പോൾ CPI എന്തൊക്കെയാണ്, അതിനകത്തിൽ പല വെയിറ്റേജ് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് ആരാ റിലീസ് ചെയ്യുന്നത് നമ്മൾ സംസാരിച്ചു. ഓക്കെ, നമ്മളെന്താ പറഞ്ഞത്, ഈ ഷീൽഡ് കുഷ എയർ ഡിഫൻസ് ആയിട്ടുള്ള പ്രൊജക്ട് കുഷ എന്നുള്ള ലോങ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം ആണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അത് ആര് ഡെവലപ്പ് ചെയ്തു. ഓക്കെ, നമ്മൾ സംസാരിച്ചു. ഇത് നമ്മുടെ ഒരു ഓപ്പറേഷൻ സിന്ദൂർ ടൈമിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.